ആരാധനാ സ്തുതി ഗീതികളാൽ നാഥനെ വരവേൽക്കാം. ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ. പൂജാമലരുകൾ കൂർക്കാം, ഈ വണിത്താരമൊരുക്കാം. പൂജാവേദിയിൽ നാഥൻ തിരുബലിയർപ്പിക്കും സമയം. ആരാധനാ സ്തുതി ഗീതികളാൽ നാഥനെ വരവേൽക്കാം. ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ. ആരാധനാ സ്തുതി ഗീതികളാൽ നാഥനെ വരവേൽക്കാം. ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടെ തിരുമുൻപിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ അഗസ്തീനോസ് എന്ന വലിയ പുണ്യവാളുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കുമ്പസാരം എന്ന വലിയ അതിൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഇത് കണ്ണീരിൻ്റെ ജീവിതമാണ്, അല്ലെങ്കിൽ കണ്ണീരിൻ്റെ പുസ്തകമാണ് എൻ്റെ ജീവിതം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 33ഓളം വർഷങ്ങൾ തമ്പുരാൻ സന്നിധിയിൽ ചെലവിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് അൾത്താരയിൽ ആയിരിക്കുന്നത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുമ്പോൾ എത്രമാത്രം പ്രാർത്ഥനയുടെ ശക്തിയെ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയെ പ്രഘോഷിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തഴക്കങ്ങളും അതുപോലെ പഴക്കങ്ങളും എല്ലാം എടുത്തു മാറ്റി നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവാണ് തിരുസഭയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപിയായ മനുഷ്യൻ ഏറ്റവും വലിയ വിശുദ്ധനായി, ഏറ്റവും വലിയ തിരുസഭാ പണ്ഡിതനായി അറിയപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യപ്പെടുന്നത്. നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും അവിടുത്തെ പാതയിലൂടെ വിശുദ്ധി പ്രാപിക്കുവാൻ, സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്ത അപരാധങ്ങളും തെറ്റുകളും കർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായപരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മെത്രാന വിശുദ്ധ അഗസ്ത്യനെ സമ്പൂരിതനാക്കിയ ചൈതന്യം അങ്ങേ സഭയിൽ നവീകരിക്കണമേ. അങ്ങനെ ഞങ്ങളും അതേ ചൈതന്യത്താൽ നിറഞ്ഞ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടമായ അങ്ങേക്കായി മാത്രം ദാഹിക്കാനും സ്വർഗീയ സ്നേഹത്തിന്റെ ഉടയവനെ അന്വേഷിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കു തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ അഭിവാദനം പൗലോസായ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതുന്നതാണ്. എല്ലാ കത്തുകളിലും ഇത് എൻ്റെ അടയാളമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം.
കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. അലലൂയ, അലലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അലലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷം യഥായോഗ്യം പ്രഘോഷിക്കുന്നതിന്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംസിദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് യേശു അരുളി ചെയ്തു, കപട നാട്യക്കാരായ നിമഞ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപട നാട്യക്കാരെ, നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടി പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷി നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന നിയോഗങ്ങള്: മേരി കുട്ടി, ലിൻസി സാജു, ഫ്ലോറി തോമസ്, സാബു വർഗീസ്, സിന്ധു തോമസ്, അലക്സാണ്ടർ, ജൂഡ് ആന്റണി, വിൻസെന്റ് വർഗീസ് എന്നീ സഹോദരങ്ങളെ നമുക്ക് ഓർക്കുകയും അവരുടെ നിയോഗങ്ങളെല്ലാം ഈ കാഴ്ചയോടൊപ്പം സമർപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് യാചിക്കുകയും ചെയ്യാം. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്മാരകം ആഘോഷിച്ചുകൊണ്ട് അങ്ങേ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങനെ കാരണത്തിന്റെ കുദാശങ്ങൾക്ക് ഐക്യത്തിന്റെ അടയാളവും സ്നേഹത്തിന്റെ ഉടമ്പടിയുമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവനായ യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങ് വിശ്വന്റെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടം അണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മുകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ്യം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു.
അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങിടയാക്കുന്നു. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും വിശ്വയുടെ വിവിധ സമൂഹങ്ങളോടുകൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സകല കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. അങ്ങയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല വിടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്ത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രഥത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദിയോടുകൂടെ ആയിരിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. സമാധാനങ്ങൾ, സന്തോഷങ്ങൾ, രോഗസൗഖ്യങ്ങൾ, ഒരു വീട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുക. അതോടൊപ്പം തന്നെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്ത് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കൾ ക്യാൻസർ മൂലം വിഷമിക്കുന്നു, ഹാർട്ട് സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നു, അതുപോലെ തന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു. സംബന്ധമായ രോഗത്തിന് ലോകത്തിൽ കഴിയുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെ, ഡയാലിസിസ് ചെയ്യുന്നവരെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. യൂട്യൂബിലൂടെ കുർബാന നമുക്കായിട്ട് സംപ്രേഷണം ചെയ്യുന്ന, നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും അതുലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവരുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. താലിൽ ശുശ്രൂഷ ചെയ്യുന്ന അലൻമോനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞിൻ്റെ പഠനങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വെളിയിൽ പങ്കുചേരുന്ന എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകയാൽ കർത്താവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോ രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ എത്തതിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മെത്രാന്മാരോടും വൈദികണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ കന്യകാമരത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹീതനായ പൂസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടും മൊത്തദ്വീപിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാം ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവോദേശരൂപൽകൃതരായും നിർഭയം നമുക്ക് യെരൂശലേം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകണമെന്ന് ഗ്രഹപൂർണ്ണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലൻ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സുമിശ്രണം സ്വീകരിക്കും. നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സ്വീകരണം എനിക്ക് വിധിക്ക് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന്റെ സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും ദുരിതത്വവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, ക്രിസ്തു. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിൻ്റെ മേശയിലെ ഭാഗഭാഗത്ത് ഞങ്ങളെ വിശദീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുത്തെ അംഗങ്ങളായി ഭവിച്ച് ഞങ്ങൾ സ്വീകരിച്ചവ ഞങ്ങൾക്കായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവേൽ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരണനാഥേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 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 സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിയാമ്പികേ, വരദായികേ, ആശ്രയം നീ വിമലാംബികേ. അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാമ്പികേ, വരദായികേ, ആശ്രയം നീ വിമലാംബികേ. അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ, മാതേ മഹിതേ മനോഹരിയേ. അമ്മേ
അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരി.